എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയുള്ള നല്ലൊരു സൈഡ് ഡിഷാണ്. ഈവനിങ് സ്നാക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ബീട്രൂട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ വലിയ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഒരു 3-4 അല്ലി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു 5 അല്ലിയോളം എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 അല്ലി ഇട്ടെടുത്താൽ മതി. ഒരു പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് പാകം അളവാണ്. ഇതിൽ കുറയാതെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം വെന്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവണം. അപ്പോൾ ഇത് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഈവനിങ് സ്നാക്കിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്